കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 1-2 മാസം മുൻപ് കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് അന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളായി നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ വന്നതാണ്. പക്ഷേ അതിൽ മതം കലർത്തുകയും അതിൽ മതപരിവർത്തനത്തിന്റെ സാധ്യത കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന സംഘപരിവാർ ഇടപെടലുകളെ നമ്മൾ കണ്ടതാണ്. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ചില മാധ്യമങ്ങളെയും കണ്ടതാണ്. ഇപ്പോൾ വളരെ നിർണായകമായ കണ്ടെത്തലുകൾ അതിൽ വന്നിരിക്കുകയാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണത്തിന് തെളിവില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന കാലഹരണപ്പെട്ടു പോയ പ്രയോഗങ്ങളടക്കം സംഘപരിവാറും ചില മാധ്യമങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. ഇതിനൊന്നും തെളിവില്ല എന്ന് പോലീസ് വളരെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമുക്ക് നൽകും. ഉമേഷ്, ഇത് വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിച്ചതാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന കാലഹരണപ്പെട്ട പദപ്രയോഗം അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയത്തെ ഒരു മതപരമായ ഭിന്നതയിലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമം നടന്നതാണ് കോതമംഗലത്ത്. ഇപ്പോൾ അതിനെയെല്ലാം പൊളിക്കുന്ന പോലീസിന്റെ നിഗമനം പുറത്തു വന്നിരിക്കുകയാണ്. പോലീസിന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് ഈ വിഷയത്തിൽ? മനു, ഈ കോതമംഗലത്ത് 23-കാരി TTA വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നായിരുന്നു 23-കാരി വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ചത്. ഇത് വലിയ നിരാശക്കെടുവിലാണ്. ഈ പെൺകുട്ടിക്ക് ഒരാൺ സുഹൃത്തുമായി അടുപ്പമുണ്ടായിരുന്നു. ഇവർ വിവാഹിതരാകാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചത്. ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. അതിൽ ഈ റമീസ് എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അയാളുമായുള്ള അടുപ്പം. അതിൽ നിന്ന് അയാൾ പിന്മാറിയത്, ഈ പെൺകുട്ടിയെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്, ഒപ്പം തന്നെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണവും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് വലിയ തരത്തിൽ BJP അടക്കമുള്ള പാർട്ടികൾ വലിയ മുതലെടുപ്പിന് ശ്രമിച്ചിരുന്നു. അവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. NIA അന്വേഷണമൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തി പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് പറയുന്ന ആരോപണത്തിന് തെളിവ് ഇല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. അതായത് ഈ കേസിലെ പ്രതിയായ റമീസിനെതിരെ ചുമത്തിയിരുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം അടക്കമാണ് ചുമത്തിയിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കുക, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. ആ 3 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകളാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിലുപരിയായി ഒരു നിർബന്ധിത മതപരിവർത്തനത്തിന് ഇയാൾ ശ്രമിച്ചു എന്നതടക്കമുള്ള ആക്ഷേപത്തിന് നിലവിൽ തെളിവില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന മറ്റ് ചാർജുകൾ ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ റമീസിനെ കൂടാതെ റമീസിൻ്റെ മാതാപിതാക്കളും 2 സുഹൃത്തുക്കളും പ്രതികളാണ്. ആകെ 5 പ്രതികൾ ആ കേസിലുണ്ട്. ഈ മാതാപിതാക്കൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ്. അവർ ഈ റമീസിൻ്റെ വീട്ടിൽ ഈ കുട്ടിയെ പൂട്ടിയിട്ട് ഇങ്ങനെ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിന് തെളിവില്ല. ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് തെളിവില്ല എന്നുള്ളതാണ്. എന്നാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ മാതാപിതാക്കളും കൂട്ടുനിന്നു എന്നടക്കമുള്ള കുറ്റങ്ങൾ അവർക്കെതിരെ നിലനിൽക്കും എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത്. ഇത് കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ എങ്കിലും പ്രത്യേക സംഘം തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്നു. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ, ബിനാനിപുരം SHOമാർ ഉൾപ്പെടുന്ന 10 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അത്തരത്തിൽ സമഗ്രമായി അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച തന്നെ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. മനു.